അസ്സലാമു അലൈക്കും. ആദരണീയരായ സുഹൃത്തുക്കളെ, ഇവിടെ വളരെ വിലപിടിപ്പുള്ള ഒരു പ്രയോഗമാണ് ഈ കറിവേപ്പിലയുടെ ഉപയോഗം എന്നുള്ളതിനെക്കുറിച്ച്. അദ്ദേഹത്തിന് ഇന്നത്തെ സംസാരിച്ച അദ്ദേഹം കക്ഷി രാഷ്ട്രീയക്കാരുടെ ഈ വാക്കിൻ്റെ വിലയെക്കുറിച്ചും പറയുകയുണ്ടായി. നമ്മളെ നിത്യജീവിതത്തിൽ എപ്പോഴും തന്നെ ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും വാക്കുകൾ ലംഘിക്കുക അല്ലെങ്കിൽ വാക്കുകൾ മറന്നു കളയുക നമ്മൾ എന്നൊക്കെ ഒരു നിത്യസംഭവമാണ്. മനുഷ്യൻ്റെ ചിലപ്പം ഗതികേട് കൊണ്ടുവരാം, അത് ഒരു പക്ഷേ ആസൂത്രണ ബുദ്ധിയുടെ ആധിക്യം കൊണ്ട് സംഭവിക്കാം. പക്ഷെ വാക്ക് എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വിലപിടിച്ച ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് സ്ഥായിത്വം വളരെയധികം ഉണ്ടാവേണ്ടതുണ്ട്. വാക്ക് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് പ്രയോഗിക്കേണ്ടതാണ്. നമ്മൾ പറയാറുണ്ട്, കൈവിട്ട വാക്കും ആയുധവും അപകടമാണെന്ന് പറയുന്നുണ്ട്. കാരണം തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു കഥയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കുട്ടിക്കഥ പോലുള്ള, എന്നാൽ മുതിർന്നവർക്ക് വേണ്ടിയുള്ള കഥ. ഈ കഥയിൽ വാക്ക് തൻ്റേത് മാത്രമായ, അതായത് വളരെ സ്വാർത്ഥപരമായി മാത്രം ചിന്തിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ളൊരു കഥയാണ്. ഒരു ദിവസം ഒരു എലി വളരെ വേവലാതിയോടെ ആ എലിയുടെ ചുറ്റുമുള്ള കുറെ ജീവികൾ കാണുമല്ലോ, അതിൽ ഒരാളോട് എന്താണ് പറയാ, ഒരു കോഴിയോടാണ് ആദ്യം പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ ഈ വീട്ടില് ഒരു എലിക്കണി കൊണ്ടുവച്ചിട്ടുണ്ട് വീട്ടുകാരൻ. ഇത് ഭയങ്കര അപകടമാണ്. അപ്പൊ അവർക്ക് ചിരിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നത് കോഴി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ആടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് ചുറ്റിപ്പറ്റി. അപ്പൊ കോഴി പറഞ്ഞു, ഇത് നിന്റെ കാര്യ, ഇങ്ങനത്തെ വാക്കും പറഞ്ഞു ഞങ്ങളതൊന്നും വരരുത്. അവിടെ എലി പിന്നെ അവിടെ കണി വെക്കുന്നതിന് ഞങ്ങളെന്ത് ചെയ്യണം? ഇതൊക്കെ നിന്റെ കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഈ കണിയിൽ ദൗർഭാഗ്യവശാൽ എലിയല്ല, ഒരു പാമ്പാണ്, ഒരു വിഷപ്പാമ്പാണ് വന്ന് കയറിയത്. ഇത് കണ്ട് പിന്നെ വേലക്കാരി അവിടുത്തെ ഗൃഹസ്ഥ, വീട്ടുടമസ്ഥ, അവര് ചെന്ന് ഈ എലിക്കണിയിൽ നിന്ന് ഈ പാമ്പിനെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈ ശ്രമത്തിനിടയിൽ വീട്ടുകാരിക്ക് പാമ്പിന്റെ കടിയേൽക്കുകയും ചെയ്യും. അവസാനം ഡോക്ടറത്തെ കൊണ്ടുപോയി പരിശോധിച്ചു. അപ്പം വിഷം അത്യാവശ്യമുണ്ട്, അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇനി നിങ്ങൾ വീട്ടിൽ പോയി വിശ്രമിച്ചോളൂ എന്ന് ഡോക്ടർ പറയുന്നു. വീട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി പോയ ഗൃഹനായിക രണ്ടാമത്തെ ദിവസം അത് മൂർച്ഛിക്കുന്നു. അപ്പൊ പോയി ഡോക്ടറെ അടുത്ത് പോയി, വൈദ്യന്റെ അടുത്ത് പോയി പറയുന്നു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഞാൻ ചൂടുള്ള ഭക്ഷണം കൊടുക്കുക, പറ്റുമെങ്കിൽ കോഴി സൂപ്പ് കൊടുത്താൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് കൊടുക്കുക, വീട്ടിൽ കോഴിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ നിന്റെ പ്രശ്നത്തിൽ ഞങ്ങളെന്തിന് ഇടപെടണം എന്ന് പറഞ്ഞ് ആ കോഴിയെ വീട്ടുകാർ പിടിച്ച് സൂപ്പാക്കി.
കുറച്ച് ദിവസമൊക്കെ സുഖമുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ മരിച്ചുപോയി. അപ്പം സ്വാഭാവികമായിട്ടും ഈ ബന്ധുമിത്രാദികളൊക്കെ വരും. അപ്പം അതിനു വേണ്ടിയിട്ടൊരു അവിടെ ഇവരെ കൂട്ടത്തിലുള്ള ആട് ഉണ്ട്. ആടിനെ പിടിച്ചേർത്തു ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഈ ആടും നേരത്തെ ഈ എലി വളരെ വേവലാതിയോടുകൂടി പറഞ്ഞൊരു വിഷയത്തെ ഇത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു വിടുകയാണ് ചെയ്തത്. അങ്ങനെ ആട്ടിനറുത്ത് അത് കഴിഞ്ഞ് 40-ാം അടിയന്തരം എന്ന് പറയും. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടാവാറുണ്ട്. 40 അടിയന്തരത്തിന് വലിയ വിപുലമായിട്ട് ആളുകൾ ബന്ധുക്കളെ ക്ഷണിക്കുന്ന ഒന്നാണത്. അപ്പോൾ പല ഭാഗത്തുനിന്നും ആളുകളൊക്കെ ബന്ധുക്കളൊക്കെ വന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണമല്ലോ. അതിൽ അവസാനത്തെ അംഗമായിട്ടുള്ള പശുവിനെ അറുത്ത് എല്ലാം നല്ല ഗംഭീരമായ ഭക്ഷണം ഉണ്ടാക്കി ചെയ്തു. നമ്മൾ ഈ കഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അയാൾ വളരെ പ്രയാസത്തോടെ, അയാൾ എന്ന് പറഞ്ഞ എലി വളരെ പ്രയാസത്തോടെ പറഞ്ഞ ഒരു വാക്ക്, ആ വാക്കിന് ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കാര്യമല്ല, ഇതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ഞാൻ ഈ കഥ ഓർക്കാൻ കാരണം എപ്പോഴും ഈയിടെയായിട്ട് വളരെയേറെ പല ഘട്ടങ്ങളിലായിട്ട് ഈ കഥ എങ്ങനെ ഓർക്കും. നമ്മൾ ഇപ്പം ഏറ്റവും പുതിയൊരു പ്രവണത എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ വിഭാഗീയമായിട്ട് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ജാതി, മതം, നമുക്കറിയാം. എൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നെക്കാൾ അറിയായിരിക്കും. മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് പുതിയ ഒരു കാലത്ത് നമ്മൾ എത്തി നിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അവിടെ മനുഷ്യനില്ല. മതം, ജാതി, ഗ്രൂപ്പിസം ഇങ്ങനെ തുടങ്ങിയുള്ള പ്രത്യേക മനുഷ്യനെ ബാധിക്കുന്ന എല്ലാം തന്നെ ലോകത്തിലിപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് ഒരു പക്ഷെ ഒരു പരിധി വരെ കുറേ വർഗീയതയൊക്കെ കുറഞ്ഞത്. കാരണം ഇത് മരിച്ചു പോകും ലോകാവസാനം എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു ഘട്ടം വന്നു. ആ കോവിഡ് അങ്ങ് മാറിയതും നമ്മൾ പഴയ പോലെ ആയി. മാത്രമല്ല, കോവിഡ് കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇറക്കി വിട്ട കുറേ വിഷത്തിൻ്റെ സംക്രമണം ഭയങ്കരമായി വർദ്ധിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യകുലത്തെ, എല്ലാ മനുഷ്യ സമൂഹത്തെയും തന്നെ വാക്കുകൊണ്ട് ഘടിപ്പിക്കുകയാണ്. അപ്പം നമുക്കൊരു വാക്ക് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട സംഗതി വാക്ക് ഉപയോഗിക്കുമ്പോഴാണ്. കൈവിട്ട വാക്കും ആയുധവും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട വാക്ക് എന്ന് പറയേണ്ടത്. ഇപ്പം ഞാൻ ഇക്കാര്യത്തിൽ വളരെ പെർഫെക്റ്റായൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. ദൗർബല്യത്താൽ ചില സമയങ്ങളിലൊക്കെ കൈവിട്ടു പോകും. പക്ഷേ വിടാതെ നിൽക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ ഇതിനകത്ത് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ പ്രിയമായിട്ടുള്ള ഒരു ആൾക്കൂട്ടമാണ്. എന്ന് വെച്ചാൽ വളരെ ഗാഢമായി വായിക്കുകയും നിങ്ങൾ സെലക്റ്റഡാണ്, സെലക്റ്റീവായിട്ടുള്ള ആളുകളെ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ വരുന്ന നമ്മളെ വലയം ചെയ്തിരിക്കുന്ന വിനാശത്തിൻ്റെ ശബ്ദങ്ങൾ, വെളിച്ചങ്ങൾ, ആക്രോശങ്ങൾ, ഭീഷണികൾ എങ്ങനെയാണ് നാം അതിജീവിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്ലാൻഡായിട്ടുള്ള ഒരു മറ്റെങ്ങും ഇല്ലാത്ത നമ്മൾക്ക് ഒരു പക്ഷേ 20 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റാത്ത, അഥവാ 15 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. മനുഷ്യരിൽ നല്ലതും ചീത്തയൊക്കെ ഉള്ള ആളുകൾ, ഞാൻ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്ന ഒരാളാണ്. എനിക്ക് മനുഷ്യൻ്റെ ഒരു അത്ഭുതം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം, ഏത് തരത്തിലുള്ള വിഭാഗങ്ങളിലും നല്ല മനുഷ്യർ, പൊട്ട മനുഷ്യരുമുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള മനുഷ്യരുണ്ട്. അതായത് ജന്മനാ മോശമായിട്ടുള്ള ചില ആളുകളെ കാണാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
നല്ല ജന്മനാ വളരെ നല്ല മനുഷ്യരും കാണാം. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന മനുഷ്യരെയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന മനുഷ്യരാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്ല പുറമേ നിന്നുള്ള ശക്തികൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഇവിടെയാണ് സത്യത്തിൽ സാഹിത്യം പോലുള്ള കലകൾ പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത് അവനവനറിയാനും മറ്റു മനുഷ്യനെ അറിയാനും അത് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു കഥ, വെറും ഒരു കഥ കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളൊക്കെ അത്യാവശ്യം വായിക്കുന്ന കുട്ടികളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ, നമുക്കറിയില്ലേ, നോബൽ സമ്മാനം കിട്ടിയ വലിയ റൈറ്റർ, 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ. വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള എഴുത്തുകളാൽ ലോകത്തെ അമ്പരപ്പിച്ച മാജിക്കൽ റിയലിസമൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന രീതിയിൽ വളരെയേറെ നമ്മൾ ലോകം അമ്പരന്ന ഒരു എഴുത്തുകാരനാണ്. വളരെ ചിലതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കളൊരു വായനക്കാരൻ കൂടിയാണല്ലോ, താങ്കൾ കഥ എഴുതുന്ന ഒരാളെന്നുള്ളതിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ടോൾസ്റ്റോയുടെ ഒരു കഥയാണ്. വളരെ ചെറിയൊരു കഥ, നമുക്കെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു കഥയാണ്. ഒരു പരീക്ഷണവും ആ കഥയിലൊന്നുമില്ല, സാധാരണ മട്ടിലൊരു കഥയാണ്. ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നാണ് ആ കഥ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഥ എങ്ങനെയാണ്, ഒരല്പം കിറുക്കനായിട്ടുള്ള വലിയ വലിയ ഭൂപ്രഭുവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ നാട്ടിൽ. ആ മനുഷ്യൻ ഒരു ദിവസം വിചാരിക്കുന്നത്, ഇത് റഷ്യയിലാണ് നടക്കുന്നത്. നമുക്കറിയാം, റഷ്യ ഒരുപാട് സ്ഥലമുള്ള ഒരു രാജ്യമാണ്. ആ പ്രഭു ഒരു ദിവസം വിളംബരം ചെയ്തു, പരസ്യം ചെയ്തു, ഞാൻ കുറച്ച് സ്ഥലം വിൽക്കാൻ വേണ്ടി പോവുകയാണ്, ഇത്ര റൂബിൾ, അന്നത്തെ റൂബിളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ഇത്ര ലക്ഷം റൂബിൾ തന്നാൽ നിങ്ങൾക്കത് എടുക്കാം. അതിനുള്ളൊരു നിബന്ധന ഇങ്ങനെയാണ്, ഒരാൾക്ക് ഈ ഭൂമി വാങ്ങിക്കുന്ന ആൾക്ക് അയാൾ രാവിലെ കാലത്ത് എഴുന്നേറ്റ്, അതായത് പ്രഭാതം പൊട്ടിവിടുന്ന ഘട്ടം തൊട്ട് അസ്തമയം വരെ സഞ്ചരിച്ചെത്തുന്ന ഭൂമി അയാൾക്ക് എടുക്കാം. പക്ഷെ ഇത്ര റൂബിൾ, അല്ലെങ്കിൽ ഇത്ര പണം തന്നിരിക്കണം. അത് തരാൻ കഴിയുന്നവർക്ക് അത്രയും ഭൂമിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അങ്ങനെ പലരും കണ്ടു. അതിലൊരാൾ വളരെയധികം ആവേശഭരിതനായി. അയാളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അത്യാവശ്യം പണമൊക്കെ ഉണ്ട്. അയാളെ ഈ കിറുക്കനായിട്ടുള്ള ഈ മനുഷ്യനെ സമീപിക്കുന്നു, പണം കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നത് സമയത്ത് ഇയാൾ നടത്തം ആരംഭിക്കുക. ഈ ഭൂമിയിലൂടെ, ഈ ഭൂപ്രഭുവിൻ്റെ ഭൂമിയിലൂടെ നടക്കാൻ ആരംഭിക്കുക. നടന്നപ്പോൾ ഇയാൾക്ക് തോന്നി, ഇത്രയും സ്ഥലം ഇപ്പം എൻ്റേതായി കഴിഞ്ഞു. അപ്പം മുന്നിലും കിടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലം. അപ്പം ഞാനൊരല്പം കൂടി വേഗത കൂട്ടേണ്ടതുണ്ട്, എനിക്ക് അത്രയും സ്ഥലം കിട്ടുമല്ലോ. അയാൾ സ്പീഡ് കൂട്ടാൻ തുടങ്ങി. ഉച്ചയായപ്പോഴേക്കൊക്കെ തോന്നി, ഇനിയിപ്പം വൈകുന്നേരം അതിനു മുമ്പ് ഞാൻ സ്പീഡിൽ നടക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി സ്പീഡിൽ നടക്കാൻ തുടങ്ങുന്നു. വൈകുന്നേരമായി. അപ്പം അയാൾ സ്വയം പറയുകയാണത്, ഇങ്ങനെ നടന്നാൽ പറ്റില്ല, എനിക്ക് എത്രയോ കാരണം നിങ്ങൾ സഞ്ചരിച്ചെത്തുന്ന ആ സ്ഥലം മുഴുവൻ നിങ്ങളുടേതാണ്, അല്ലാതെ വേറെ ആരതുമല്ല. അയാൾ ഇങ്ങനെ ഓടാൻ തുടങ്ങി, ഓടി 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 ഓടി. അപ്പം ദൂരെ അസ്തമയ സൂര്യൻ ഇങ്ങനെ പതിയെ വരുന്നുണ്ട്, ചുവന്നു തുടങ്ങി. ഇയാള് അതിവേഗത്തിൽ, അതായത് വിശ്രമം ഉണ്ടായിരുന്നില്ല. രാവിലെ ഇയാൾ പുറപ്പെട്ടത് മുതൽ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. മുഴുവൻ തലച്ചോറിൽ മുഴുവൻ ഭൂമി കൈപ്പറ്റുവാനുള്ള ആർത്തിയായിരുന്നു. ടോൾസ്റ്റോയുടെ കഥ അവസാനിക്കുകയാണ്. അസ്തമയത്തിന് മുമ്പ് അയാൾ ആ ഓട്ടത്തിനിടയിൽ തളർന്നു വീണ് മരിച്ചു പോവുകയാണ്.
ടോൾസ്റ്റോയ് താഴെ ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം വരി? അയാൾ ആഗ്രഹിച്ചത് എത്രയോ, കിട്ടിയതോ 6 അടി മണ്ണ് മാത്രം. ഇതാണ് മാർക്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ലോകോത്തര ആയിട്ടുള്ള, ഏറ്റവും ആധുനികനായിട്ടുള്ള, ഇന്നുവരെ ലോകസാഹിത്യത്തിൽ മുഴുവൻ എത്തിയ എല്ലാ പ്രവണതകളെയും സ്വാംശീകരിച്ച അങ്ങേയറ്റത്തെ പ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ, ഒരു എഴുത്തുകാരൻ തിരഞ്ഞെടുക്കുന്ന കഥ ഇതാണെന്നുള്ളത് എന്നെ വല്ലാതെ അമ്പരപ്പിക്കണ്ടേ. പക്ഷേ ഞാൻ ഓർത്തോർത്ത് വരുമ്പോൾ ആ കഥയുടെ ഒരു പ്രത്യേകത, അത് ലോകാവസാനം വരെയുള്ള കഥയാണത്. ടോൾസ്റ്റോയ് അവസാനം പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിന് വിഭവങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ ആർത്തിയെ പൂരിപ്പിക്കാൻ യാതൊന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ എഴുത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെയുള്ള ടോൾസ്റ്റോയ് പ്രത്യേകിച്ചിട്ടും വളരെയേറെ ആത്മീയ അംശമുള്ള ഒരു എഴുത്ത് സമ്പ്രദായം ഉള്ള ആളാണ്. അപ്പം ലോകത്തിൽ നമുക്ക് നൽകുന്ന, എല്ലാ മനുഷ്യർക്കും നൽകുന്ന ഒരു വലിയൊരു കാഴ്ചയാണത്. ലോകത്തിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുസ്തകം വേണമെങ്കിൽ അങ്ങനെ തരംതിരിക്കാം. പുസ്തകം വായിക്കുന്നവരും വായിക്കാത്തവരും നമുക്ക് തരംതിരിക്കാം. പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെളിച്ചം നമ്മുടെ ഉള്ളിൽ, അങ്ങനെ നമ്മുടെ തലച്ചോറിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, ആ സ്പേസിൽ ഇരുട്ടാണെങ്കിൽ ഇത്തിരി വെളിച്ചം കടന്നു വരാൻ അത് സഹായിക്കും. പുതിയ കാഴ്ചകൾ അത് നൽകും. നമ്മൾ പുതിയ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത വല്ല കാഴ്ചയുണ്ടോ, നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. നിങ്ങൾ എപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളൊക്കെ നാളെ മരിച്ചു പോകും. ഇപ്പം ശരാശരി കേരളത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരാൾ എത്ര കാലം ജീവിക്കും? 75 വയസ്സ് വരെ ജീവിക്കും. നമുക്ക് കണക്കാക്കാം വെറുതെ. ആ 75 വയസ്സിൽ 75 വയസ്സ് വരെ അയാൾ ജീവിച്ചെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ഇനി അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിൽ 1/3 സമയം നമ്മൾ ഉറങ്ങാൻ. ജീവിതത്തിൻ്റെ 75 വയസ്സ് വരെ ജീവിച്ച ഒരാൾ 1/3 സമയം വരെ ഉറങ്ങ, കട്ടില്ല പായയിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉറങ്ങ. അപ്പൊ ബാക്കി എത്രയാള് ജീവിച്ചത്? 50 വയസ്സ്. ആ 50 വയസ്സിൽ തന്നെ അയാൾ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. വളരെ ചെറിയ തുച്ഛമായ കാലയളവാണ്. ഇതൊരു കാഴ്ചയാണ്. നമ്മൾ ഇതുവരെ ഉള്ള കാഴ്ച ഒരു പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നു, പുതിയ ഉള്ളുണർവുകൾ സമ്മാനിക്കുന്നു എന്നുള്ളതാണ് മികച്ച പുസ്തകങ്ങൾ, സാഹിത്യം കൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. ഇതുവരെ കണ്ട കാഴ്ചയല്ല അത്. ഇതുവരെ കണ്ട കാഴ്ചയുടെ കാരുണ്യരാഹിത്യവും അല്ലെങ്കിൽ അതിൻ്റെ കാരുണ്യ ദാരിദ്ര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരാൾ നമുക്ക് മുന്നിൽ വരുന്നൊരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഭാഗികമായി അന്ധരല്ലേ? കണ്ണുണ്ടായിട്ട് എന്താ കാര്യം? ഭാഗികമായി അന്ധരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75 വയസ്സ് വരെ ജീവിച്ച ഒരാൾ 25 വർഷം ഉറങ്ങുകയാണെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള പുതിയ കാഴ്ചകൾ, പുതിയ ചിന്തകൾ, ഈ നമ്മൾക്ക് കിട്ടിയ ജീവിക്കാനായി നമുക്ക് കിട്ടിയ ലോകത്തെ അതിൻ്റെ വലിയ വിപുലപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് മഹത്തായ സാഹിത്യരചനകൾ എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പകരം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. അതല്ലേ നല്ലത്, അല്ലേ? എന്തും ചോദിക്കാം. പൈസക്ക് മാത്രം ചോദിക്കരുത്, എൻ്റെ കയ്യിലില്ല. എന്താ ചോദിക്കാം, വിമർശനമൊക്കെ വരാം. ഇല്ലേ, ഇവിടെ ചോദ്യം ചെയ്യാൻ പറ്റാരും ഇല്ലേ? എനിക്ക് തോന്നുന്നു മൈക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന. ആരാ ഇതിൻ്റെ ഉദ്യോഗസ്ഥരാരും ഉണ്ടെങ്കിൽ? ഹലോ.
സാർ നമസ്കാരം. ഞാൻ കുറേ ആയിട്ട് സാറിനങ്ങനെ കാണണം എന്നിങ്ങനെ കരുതിയിരുന്നതാണ്. ഒരു തവണ ഞാൻ കണ്ണൂർ വന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് വിളിക്കും കോണ്ടാക്ട് നമ്പറൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ വിളിക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ വിളിക്കാനുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ എന്നുള്ള നിലയ്ക്ക് നമുക്കിങ്ങനെ കഥകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്കിങ്ങനെ ബഹുമാനം കൂടി വരികയാണ്. ആ നിലയിൽ ഇങ്ങനെ തരത്തിലേക്ക് ഉണ്ടായത്. അപ്പോൾ സാറിൻ്റെ കഥകളാണ് സാറിനെ എനിക്ക് കാണാനും സംസാരിക്കാനൊക്കെ തോന്നിയിട്ടുള്ളത്. വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു ഉമ്മ പ്രയാസപ്പെടുന്നൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. മകൾക്ക് ചെറിയ പ്രയാസമായിട്ട് എന്താ വെച്ചാൽ സ്വർണ്ണമൊന്നുമില്ല, അപ്പം ഇങ്ങനെ നൂല് കെട്ടിക്കൊടുത്തിട്ടുള്ള ട്രെയിനിലെ യാത്ര എന്നെന്തോ ഒരു പേരൊന്നു, രാത്രി വണ്ടിയിലെ യാത്ര, എനിക്കങ്ങനെ ഓർമ്മയുണ്ട്. അപ്പം ഞാനിപ്പോഴും അതിങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ട്, രാത്രി വണ്ടിയിലെ യാത്ര, അതിൻ്റെ താഴെ സാറിൻ്റെ പേര്. അപ്പം അങ്ങനെ വായിച്ച് നമുക്കിങ്ങനെ ഇഷ്ടം തോന്നിയത്. പിന്നീട് അതിന് ശേഷം സാറിൻ്റെ കഥകൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്ന കുട്ടികൾക്ക് ധാരാളം ഭക്ഷണം കൊടുക്കുന്ന ഒരു ഉമ്മ, സ്നേഹനിധിയായ ഉമ്മ, കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം കഥകളിങ്ങനെ തിരഞ്ഞെറിഞ്ഞു പോയി കിട്ടിയത് ആത്മകഥയാണ്. അപ്പോൾ ആത്മകഥ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു നിരാശ തോന്നി. കഥ ആഗ്രഹിച്ച്, അത് കഥയും ആത്മകഥ ഒരുപോലെയായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഇനിയിപ്പോൾ കഥ വായിക്കാൻ പറ്റാതെ പോയാലോ എന്ന് കരുതി. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ എന്നെങ്ങനെ പലയിടത്തും കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. പല അനുഭവങ്ങളുണ്ട് സാറ് പറയുന്നതിനകത്ത്. ചില സ്ഥലങ്ങളിൽ നിന്നുണ്ടാവുന്ന വളരെ പൈശാചികമായിട്ടുള്ള അനുഭവങ്ങൾ, പ്രയാസമേറിയിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി വായിച്ചിട്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിൽക്കുന്നൊരു എഴുത്തുകാരനാണ്. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സാറിനെ കാണാനൊക്കെ തോന്നിയത്. പിന്നെ അതുപോലെ സമയം ദീർഘിക്കുന്നുണ്ടോ പ്രശ്നം. പിന്നെ അതുപോലെ മറ്റൊരു കഥ എഴുതി, ഒരു കോർപ്പറേറ്റ് കാലത്തെ കുറേ പേര് അധിനിവേശം നടത്തുക, വീടൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായി. ഒരാൾക്ക് ഭ്രാന്ത് വന്നു പോകുന്നേ. അയാളൊരു ശാസ്ത്രബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. ബോധവും സയൻസ് ടെമ്പറൊക്കെ ഉള്ള ആളായിട്ട് പോലും അയാൾ പോലും അങ്ങനെ പരാജയപ്പെട്ടു പോവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കുറേ മേഖലയും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ആ പ്രയാസങ്ങൾ നിറഞ്ഞ ആ കാലഘട്ടമാണോ കഥയൊക്കെ ഈ നിലയിലേക്ക് രൂപപ്പെടുത്താനും ഞങ്ങൾ വായനക്കാരൊക്കെ ആ രീതിയിലേക്ക് കൂടെ ചേർത്ത് നിർത്താനും കഴിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അനുഭവങ്ങൾ തന്നെ അല്ലേ സാറിനെ എഴുത്തുകാരനാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ വായനയുടെ ഒരു വ്യാപ്തിയും അതുപോലെ അതിൻ്റെ കാഴ്ചയും രണ്ടുമുണ്ട്. വെറുതെ വായിച്ച് പശു പുല്ല് തിന്ന മാതിരി വായിച്ചു പോകുന്ന ആളുകളുണ്ട്. അതിൽ കാര്യമില്ല. കുറച്ച് വളരെ ആഴത്തിലുള്ള ഒരു കാഴ്ചയുണ്ട് നിങ്ങളുടെ. അതിന് നന്ദി പറയുന്നു. നമ്മൾ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുതുന്ന വളരെ ആഴത്തിൽ വായിക്കാൻ കഴിയുന്ന, അതുപോലെ ആഴത്തിൽ എഴുതാൻ കഴിയുക എന്നുള്ള രണ്ട് പ്രാർത്ഥനകളാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രത്യേകിച്ചിട്ടും. ഈ പറഞ്ഞ കഥകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പലപ്പോഴും എൻ്റെ ഈ എഴുത്തിലെ ആത്മകഥയുടെ അംശം വളരെ കൂടുതൽ തന്നെയാണ്. കാരണം എനിക്കത് കൂടുതൽ അതാണ് എളുപ്പം. നമ്മൾ കാണുന്ന അനുഭവിച്ച ഒരു ലോകത്തിലൂടെ അതിനെ അവതരിപ്പിക്കുകയും അതിന് കഥയിലെ വ്യത്യാസങ്ങളൊക്കെ കാണും. സ്വന്തം ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രംഗങ്ങളൊക്കെ അതിനകത്ത് കാണും. പക്ഷേ അതിനോടുള്ള നമ്മുടെ ഒരു ഇമോഷണലി ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും. അപ്പം നമ്മൾ വളരെ ആത്മാർത്ഥമായി എഴുതുമ്പോഴാണ് വാക്കുകൾക്ക്, അല്ലാതെ നമ്മൾ MA മലയാളം അല്ലെ MPhil ഡോക്ടറേറ്റ് എടുത്തൊന്നും കാര്യമില്ല. ഏത് ഭാഷയിലും നമ്മൾ ഹൃദയത്തോടെ അത് അടുപ്പിക്കണം. അത് മാത്രം മതി. ആ വാക്കുകൾക്ക് തനിയെ ശക്തി ഉണ്ടാവുന്നത് കാണാൻ വേണ്ടി കഴിയും. എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഞാൻ ഏറ്റവും അധികം കണ്ടെത്തിയ ഒരു സംഗതി അതാണ്. അതായത് നമ്മൾ ഒരുപാട് ഞാൻ കവിത എഴുതാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട്, കാരണം പ്രത്യേകിച്ചും എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കവിതകളെ ഇങ്ങനെ ഗദ്യത്തിലുള്ളതല്ല, അധികം വൃത്തത്തിലും അങ്ങനെയൊക്കെയുള്ള മണിപ്രവാളം എന്ന് പറയും അതിൻ്റെ ആ സാങ്കേതികതൊക്കെ, അത്തരത്തിലുള്ള കവിതകളൊക്കെ നമുക്കൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ഞങ്ങൾ മദ്രസയിലൊക്കെയാണ് അത്യാവശ്യം മലയാളമൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അത് വെച്ചിട്ട് കുറേ ഡിക്ഷണറിയൊക്കെ വെച്ച് നോക്കി, ശബ്ദധാര വലിയൊക്കെ നോക്കിയിട്ട്
ഒക്കെ എഴുതി നോക്കി, പക്ഷെ രക്ഷയൊന്നുമില്ല. കാരണം അതൊന്നും ആരും പിന്നെ എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ ശബ്ദ തരാവലി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണെന്നുള്ളതാണ്. നമ്മളാണ് സെലക്ട് ചെയ്യുന്ന വാക്കുകൾ. ഇപ്പം നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷൻ നോക്കൂ. നമ്മളേറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, ഏറ്റവും നമുക്കവിടെ വാക്കുകളില്ല. ഉണ്ടോ? വാക്കുകൾ പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ പറയുന്ന ഒന്നോ രണ്ടോ വാക്കുകളാണ്. എന്തുകൊണ്ടാണത്? കാരണം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ആരും മരിച്ചാലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറയുന്ന കേൾക്കാം. ഒരു ആഴം അതിനകത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും മനസ്സിലെ അങ്ങേയറ്റം ബാധിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞു തുടങ്ങുന്ന വാക്കുകൾ, അത് ഏത് കവിതയേക്കാൾ മനോഹരമല്ല, പിന്നെ ഏത് കവിതയേക്കാൾ ശക്തമായിരിക്കും. ഞാനൊരു ദിവസം ഒരു കടൽത്തീരത്ത് പോയി. കോഴിക്കോടാണ്. കോഴിക്കോടെന്ന് പണ്ട് പൂങ്കാവനത്തിൽ ജോലി ചെയ്യുന്നൊരു കാലഘട്ടം. പൂങ്കാവനം എന്ന് പറഞ്ഞ മാസികയുടെ നിന്നുപോയി. ഒരു കാലത്ത് ഒരു 60,000 കോപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സുന്നി പ്രസ്ഥാനമൊക്കെ പിളർന്നതിനൊക്കെ മുമ്പാണ് അത് ഇതായിട്ടുള്ളത്. അത് എല്ലാ വീടുകളിലും എത്തുന്ന, ഒരു വരി പോലും വായിക്കപ്പെടാതെ പോകാത്ത തരത്തിലുള്ള രീതിയിലായിരുന്നു അന്ന്. അതിനോടുള്ള ഒരു വൈകാരിക പഴയ തലമുറക്കൊക്കെ അറിയാം. അപ്പം ആ ജോലി ചെയ്യുന്ന കാലത്ത് ഞാനൊരു ദിവസം കടപ്പുറത്ത് ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത്, അന്ന് ഇത്ര എന്താണ് സിമെന്റ് കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടൊന്നുമില്ല, ഒരു കടല്, ഒരു തീരം, അത്രേ ഉള്ളൂ. അങ്ങനെ പോയി വെറുതെ ഇരിക്കുന്ന സമയത്ത് കാണാം വയനാട് പ്രദേശത്ത് നിന്ന്, ഞാനതിൻ്റെ ഈ വാനിൻ്റെ മാറ്റഡോർ എന്ന് പറഞ്ഞ വാനുണ്ട്, ആ വാനിൻ്റെ നമ്പർ കണ്ടപ്പോഴെനിക്ക് വയനാടാന്ന് മനസ്സിലായത്. ഈ ഡോർ ഇങ്ങനെ തുറന്നത് ഒരു കുട്ടി പുറത്തേക്ക് ചാടി കടൽ കാണേ. കാരണം വയനാട്ടിൽ കടലില്ല. ഈ കുട്ടി കടല് കണ്ട ഒരു വിസ്മയമാണ്, അമ്പരപ്പ്. ഉപ്പാ എത്രേ പച്ചവെള്ളം! ഞാൻ അന്തം വിട്ടുപോയി. എത്ര മനോഹരമായിട്ടാണ് കടലിനെ ഈ 4 വയസ്സുള്ള കുട്ടി പറഞ്ഞെന്നുള്ളത്. ഉപ്പാ എത്രേ പച്ചവെള്ളം! കടലിന് അതേ വിസ്മയമാണ് കടൽ എന്ന് പറയുന്ന സാധനം. അതാ നമ്മൾ കൂടുതൽ പരിശോധിക്കുമ്പോൾ മനസ്സിലായി. ആ വിസ്മയത്തെ ഏതാനും ചെറിയ വാക്കുകൾ കൊണ്ട്, അതെ, മൊത്തം എണ്ണിപ്പെറുക്കിയാൽ എത്ര വാക്കുണ്ടാവും? ഉപ്പ 2 അക്ഷരം, എത്രയാ 5, കടൽ 8 അക്ഷരമേ ഉള്ളൂ. പക്ഷെ ഒരു കടൽ കണ്ട അനുഭവത്തിലേക്ക് ആ കുട്ടി കൊണ്ടുപോവുക. കാരണം കുട്ടി കണ്ട അനുഭവമാണത്. അതാണ് വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മളെ ഹൃദയത്തോട് ചേർന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധി വേണം. ഈ ബുദ്ധി മാത്രമുള്ള മനുഷ്യനെ കൊള്ളില്ല. അവർക്ക് ഹൃദയ ദയാലിത്വം കുറവായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ മനുഷ്യരെ. എന്നാൽ വെറും ഹൃദയം മാത്രം പോരാ, ബുദ്ധിയും വേണം. രണ്ടും പരസ്പരം കാവലിരിക്കുകയാണുള്ള. അതിനാണ് പടച്ചവൻ നമുക്ക് ഹൃദയവും ബുദ്ധി രണ്ടും നമുക്ക്. ബുദ്ധി കാവലിരിക്കണം. അതുപോലെ ഹൃദയം അലിയാനുള്ളതാണ്. അപ്പോൾ വാക്കുകൾ ഇങ്ങനെയാണ്. ബുദ്ധിയും ഹൃദയവും കൂടി ചേർന്ന് അലിഞ്ഞ് ചേരുമ്പോഴാണ് നിങ്ങൾ എന്തോ ആവട്ടെ, ലേഖനം എഴുതുന്നാവട്ടെ, കവിത എഴുതുന്നാവട്ടെ, കഥ എഴുതുന്നാവട്ടെ, അതിനൊരു പ്രത്യേകമായ ഒരു ശക്തി അതിനകത്ത് കൈവരുന്ന്. നിങ്ങൾ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളിലൊക്കെ ഇത് ഓർക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ഒരുപാട് കാലം അനാവശ്യമായി ഒരുപാട് ജാട എഴുത്തൊക്കെ എഴുതിയ ആളാണ്. ഇതൊന്നല്ല എഴുത്ത്. കാരണം ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. അതിപ്പോൾ എനിക്ക് പറയാനുള്ള ആയിരിക്കില്ല നിങ്ങൾക്ക് പറയാനുണ്ടാവുക. നിങ്ങളുടെ ജീവിതം, നിങ്ങൾ അനുഭവിച്ച ജീവിതങ്ങൾക്ക് മറ്റൊന്നാണ്. എൻ്റെ ജീവിതം വേറെയാണ്. പക്ഷെ നമുക്ക് പൊതുവായിട്ട് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ സിൻസിയറായിട്ട് പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് വാക്കുകൾക്ക് നല്ല ഒരു മാസ്മരികമായ വെളിച്ചം വരിക. ബഷീർ പറഞ്ഞില്ലേ, വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്നൊക്കെ പറഞ്ഞില്ലേ, വിസ്മയം. അതൊക്കെ ഖുർആനിക് ഇൻഫ്ലുവൻസ് ആണ്. ബഷീർ
ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം എന്നുള്ളതിൽ പറയാം. സമയം ആയെങ്കിൽ നേരത്തെ ഒരു സൂചിപ്പിക്കണം, കാരണം നിങ്ങളുടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ വളപട്ടണം പൊയ്ത്തങ്കട് ഗ്രാമം വിട്ടു പോകുന്നത് ബഷീറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബഷീറിനെയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അവിടുത്തെ ലൈബ്രറി, നാട്ടിൻപുറത്തെ ഒരു ലൈബ്രറി. നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ ഒരു പുസ്തകമുള്ള വീടൊന്നുമല്ല. എൻ്റെ വീട്ടിൽ ഒരേ ഒരു, ചിലരൊക്കെ ചോദിക്കും വീട്ടിൽ എങ്ങനെയായിരുന്നു വായന, ലൈബ്രറികൾ, വീട്ടിൽ അങ്ങനെ ലൈബ്രറി റൂമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ ലൈബ്രറി റൂമൊന്നുമില്ല, ആകപ്പാടെ ഒരു പുസ്തകമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയൊരു പുസ്തകം എന്താന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഊഹിക്കാൻ പ്രയാസം തന്നെ ആയിരിക്കും. റേഷൻ കാർഡ്, ആകെ ഒരു പുസ്തകം ഉണ്ടായത്. ഇപ്പൊ ഖുർആനൊക്കെ ഓതണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് ഖുർആൻ വായിച്ചിട്ട് വേണം ഓതാൻ. അതിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് മൊഹീദ്ദീൻ മാല എൻ്റെ ഇതുള്ളത്. അവരോട് ഒഴിയുന്ന സമയം നോക്കിയിട്ട് മൊഹീദ്ദീൻ മാല ചൊല്ലും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തൊന്നും നമുക്ക് പതിയെയാണ് ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്, നമുക്ക് അവിടുന്ന് പുസ്തകം കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കുകയും, ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന പുസ്തകം ബഷീറിൻ്റെ. എനിക്ക് ബഷീറിനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴും അത് ആ അത്ഭുതം എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ വായിച്ച് പിന്നെ നോക്കുമ്പോൾ വളരെ താല്പര്യം തോന്നും ബഷീറിൻ്റെ വായിക്കാനൊക്കെ ആയിട്ട്. പിന്നെ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നു, ബഷീറിനെ കാണണം തോന്നുന്നു, ബഷീറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ആവേശഭരിതനാവുന്നു. പക്ഷേ എവിടെയെന്നറിയില്ല, ബേപ്പൂര് എവിടെയെന്നറിയില്ല. ഞാനൊരു ദിവസം നേരെ അങ്ങ് പുറപ്പെട്ടു. അത്രയൊന്നും വളരെ അന്തർമുഖനായ ഒരാളായിരുന്നു. ഇതുപോലെ വാചകമൊന്നും അടിക്കില്ല. ചോദിച്ചതിന് 1-2 മുക്കലമൂള് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ബഷീറിൻ്റെ അടുത്ത് അപ്പം ട്രെയിനിലിറങ്ങി അവിടെ റോഡിൻ്റെ ആ സൈഡിലേക്ക് എത്തിയ സമയത്ത് ഇതാരോട് ചോദിക്കേണ്ടതെന്നറിയില്ല. അപ്പോൾ ഒരു നാടൻ മനുഷ്യൻ, ഒരു തലയിൽ കെട്ടിയിട്ടൊക്കെ ഒരാൾ, ഒരു വലം തലയിൽ കെട്ട് നമ്മൾ പറയില്ലേ ഒരാള്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ, അല്ല ഞാൻ ചോദിച്ചു ബേപ്പൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിച്ചു, ഏത് ബസ്സിനെ കയറാൻ. അപ്പം ഇദ്ദേഹം ചോദിച്ചു നമുക്ക് ബേപ്പൂർ എവിടെ പോകണ്ടേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബഷീർ, ഓ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ. ഞാൻ അന്തം വിട്ടു. ഒരു വളരെ ഗ്രാമീണനായ ഒരു മനുഷ്യൻ പോലും ബഷീറിനെ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു എന്നുള്ള ഒരു അത്ഭുതം. ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഒരാളുമായിട്ട് എന്താണ് പറയുക, വലിയൊരു മതപണ്ഡിതനുമായിട്ട് തർക്കത്തിലെ ബഷീർ. തർക്കം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തർക്കം, അല്ലാതെ വെറുതെ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള തർക്കം. ഞാനിങ്ങനെ അവിടെ ഇരിക്കുക. ബഷീർ ആര് പോയാലും ഒരു ചോദ്യം ചോദിക്കും, എവിടെന്നാ വരുന്നത്, ഇന്ന സ്ഥലത്ത് വല്ലതും കഴിച്ചോ. ഇതാണ് അദ്ദേഹത്തിന് കാര്യമായി ചോദിച്ച ചോദ്യം. അത് കാരണം വിശപ്പിൻ്റെ ആഴം എത്രയാണെന്ന് ബഷീറിന് അറിയാം. നിങ്ങൾ വരുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ബഷീറിന് അറിയാം. ഈ 2 ചോദ്യമാണ്. അപ്പം ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായ സംസാരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ തിയോളജിക്കലായിട്ടുള്ള ചർച്ച നടക്കുകയായിരുന്നു കണ്ടു. ഞാൻ അന്തപ്പെട്ടു. ബഷീറിന് ഇത്രയും ഖുർആൻ പഠനങ്ങൾ നടത്തിയ ഒരാളാണോ എന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നാ മനസ്സിലാക്കി. അപ്പം ബഷീർ അങ്ങനെയാണ്, വലിയൊരു കടലാണ്, അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ചയല്ല. അതുകൊണ്ടാണ് ബഷീറിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് വളരെ മാസ്മരികമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. ഒന്നും പ്രകടിപ്പിക്കില്ല, പക്ഷെ അതിന് വലിയ ആഴമുള്ള എഴുത്താണ് അദ്ദേഹത്തിൻ്റെത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരിതാണ്. അതങ്ങനെയാണ് എഴുത്ത് എന്ന് പറയുന്നതിൻ്റെ വാക്കുകൾ തനിയെ. എം.എൻ. വിജയൻ മാഷ് ബഷീറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പിറകെ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞത്. ബഷീറിൻ്റെ പിറകെ കൂടുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എഴുത്ത്, വായന, ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു സംഗതിക്ക് പൊതുവായി പറയാനുള്ളത്. സാറ് ഇവിടെ ഒരു ചെറിയ ചോദ്യം സാറ് ഇവിടെ. ഓക്കെ സാറ് ബഷീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാനൊരു ബേപ്പൂർ സ്വദേശിയാണ്. ബഷീറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു.
അപ്പോൾ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ നേരിട്ട് ബഷീറിനെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി അവരുടെ ഭാര്യ അവരൊക്കെയായിട്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് സംവദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, പൊതുവെയുള്ള എഴുത്തുകാരോട് എപ്പം കണ്ടാലും ചോദിക്കണം എന്ന് കരുതിയൊരു ചോദ്യമാണ്. അപ്പോൾ സാറോട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. 2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, സാർ ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ സാർ ഒരു ആത്മകഥ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടാണോ സാർ എഴുതൽ? ഞാൻ എൻ്റെ ഈ ഒരു കഥ അത് ഈ ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും കൂടുതൽ ഇത് ഏറ്റെടുക്കുക എന്നൊരു താല്പര്യത്തോടു കൂടെയാണോ സാറ് പൊതുവെ കഥ എഴുതാറുള്ളതെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, പുതിയ കാലത്തെ എഴുത്തുകൾ, പുതിയ കാലത്ത് കുട്ടികളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക കൊള്ളുന്ന ചില എഴുത്തുകളുണ്ട്, ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചില എഴുത്തുകാരൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവുന്നുണ്ട്. ട്രെൻഡ് എന്നുള്ള വാക്ക് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചില എഴുത്തുകളും അല്ലെങ്കിൽ എഴുത്തുകാരെ മാത്രം പുതിയ കാലത്ത് കുട്ടികൾ ഭയങ്കര ട്രെൻഡായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ സാറെ പോലെ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു എഴുത്തിലൂടെ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പുതിയ കാലത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു രണ്ടാമത്തെ ചോദ്യം. തെരഞ്ഞെടുപ്പിൻ്റെ പാളിച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എത്ര ആലോചിച്ചിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത വീട്ടുകാരോട് ചോദിച്ചു, അപ്പുറത്തെ വീട്ടിൽ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു, മറ്റവരോട് ചോദിച്ചു, അല്ലേ? എന്നിട്ട് അത് 3 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതിന് ചേർച്ചയുള്ളത് ചേരേണ്ടടുത്ത് ചേരുക എന്ന് പറയുന്ന സംഗതിയാണ്. അത് നമുക്ക് ഒരു മാർഗവും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് മനസ്സ് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയും അതിനോട് വൈകാരികമായും ബൗദ്ധികമായും എത്ര അടുത്ത് നിൽക്കുന്നു അത്രയും വാക്കുകൾക്ക് ഈ പറഞ്ഞ ഒരു പ്രകാശം അതിനകത്ത് ഉണ്ടാവും. നമ്മളൊരു വളരെ ഇതായിട്ടൊരു കാര്യം പറയുന്നു, അതിനകത്തൊരു ഭംഗി ഉണ്ടാവും. അത് കൃത്രിമമായിട്ട് പറയുമ്പോഴാണ് അതൊരു ഭംഗിയില്ലാതെ പോകുന്നത്. പിന്നെ ഓരോരുത്തർക്കും വേണ്ട വാക്കുകൾ വ്യത്യസ്തമാണ്. ഇപ്പം വ്യക്തിപരമായി എനിക്ക് ഒരു 5-10 ആളുകളുടെ അടുത്ത് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം ആ 10 പേരെ ഞാൻ കാണുന്നുണ്ട്. അവരുടെ റിയാക്ഷനും ഒക്കെ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ഒരു 25 ആകുമ്പോൾ അതിൻ്റെ വ്യാപ്തി എൻ്റെ ഇത് കുറഞ്ഞു വരികയാണ്, റേഞ്ച് കുറഞ്ഞു വരികയാണ്. പിന്നെ 100, 200, 500 ആക്കുമ്പോൾ അപ്പം അവിടെ എന്താണ്, ഒരു പൊതുവാക്കുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. പൊതുവായിട്ട് വളരെ സൂക്ഷ്മതലത്തിൽ അവിടെ ഒരു പ്രസംഗന് സംസാരിക്കാൻ പറ്റില്ല. അത് പ്രസംഗന്റെ കുഴപ്പമല്ല, അത്രയും ആളുകളുടെ വൈവിധ്യത്തോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പൊതുവിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ട് പറയേണ്ടി വരുന്നു എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വാക്കുമായി ബന്ധപ്പെട്ട്, ഭാഷയുമായി ബന്ധപ്പെട്ട്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ ഡീപ്പായിട്ട് നമ്മൾ ഒരാഴ്ചക്ക് ഇതുപോലെ ഇരുന്നാൽ പോലും തീരാത്ത വിഷയമുണ്ട് അതിൻ്റെ അകത്ത് സൂക്ഷ്മമായിട്ട്. നല്ല ചോദ്യം, സന്തോഷം.